നിങ്ങൾ ഇവിടെ കിടക്കുന്ന സമയത്ത് ഒരുപാട് ഭിക്ഷക്കാരൊക്കെ ഇറക്കി വിടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റു വണ്ടിയിലൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാ ആൾക്കാരും ഉണ്ട്, കുറച്ച് ആൾക്കാർ നല്ല കാലുണ്ട്, 10 വണ്ടി ഒരാള് വീശാറിലോ പോവും. ഉത്തരേന്ത്യക്കാര് ഞങ്ങളെ ഓടിച്ചു, വിറച്ചുപോയി. ഉത്തരേന്ത്യൻ ഭിക്ഷാടന മാഫിയ നമ്മുടെ കേരളത്തെ പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെരുമ്പാവൂർ മുതൽ തൃശ്ശൂർ വരെ ഒരു യാത്ര നടത്തി. കാരണം പെരുമ്പാവൂരും തൃശ്ശൂരും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ അങ്ങിങ്ങായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആലുവ, പെരുമ്പാവൂര്, അങ്കമാലി, തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലെല്ലാം ഭിക്ഷാടന മാഫിയ വല്ലാത്ത രീതിയിൽ കയറി അവർ മേഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അവരിവിടെ വരുമ്പോൾ പലർക്കും കൈയും കാലമൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ അങ്ങിങ്ങായിട്ടൊക്കെ ഭിക്ഷ ഉണ്ടാണ്. അതിൻ്റെ കൂടെ മാത്രമല്ല പല വീടുകളിലും പോയി പിടിച്ചുപറിയും തട്ടിപ്പും എല്ലാ ദോഷവശങ്ങളും ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഒരുപാട് അമ്മമാർ ഇതുപോലുള്ള ജംഗ്ഷനുകൾ പലത് വിൽക്കാനും യാചിക്കാനൊക്കെ ഇട നിൽക്കുന്നത്. ഇതൊക്കെ ഇവരുടെ തന്നെ കുഞ്ഞുങ്ങളാണോ എന്ന് ചോദിച്ചാൽ കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും. കണ്ടില്ലേ, ഒരമ്മയും കുഞ്ഞും പോയപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് വേറെ അമ്മയും കുഞ്ഞും വരുന്നു. ഇത് ഒന്നും രണ്ടും അല്ല, നമ്മൾ മെയിൻ ജംഗ്ഷനുകളിൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ കൊച്ചു കേരളം വലിയൊരു ഭിക്ഷാടന മാഫിയയുടെ കീഴിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, ഇവർ തിരുപ്പതിയിലുള്ള ഭിക്ഷാടകയാണ്, തൃശ്ശൂരാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം 300 കിട്ടുള്ളൂ. ഇപ്പൊ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഒരു 5-8-10 പേര് ഒരു 10 വെച്ച് തന്നിട്ടുണ്ട്. 5 മിനിറ്റ് ഒരാള് 20 തന്നെ, അപ്പൊ ഒരാള് 2 രൂപ തന്നെ. ഇല്ല നോക്കണമെന്നില്ല. ഇല്ല എല്ലാ ആൾക്കാരും ഞാൻ ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവിടുന്നതാണോ? റെയിൽവേ സ്റ്റേഷനിലാണ് കിടക്കാണ്. അതെയോ? നിങ്ങൾ ഇവിടെ കിടക്കുന്ന സമയത്ത് ഒരുപാട് ഭിക്ഷക്കാരൊക്കെ ഇറക്കി വിടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റു വണ്ടിയിലൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാ ആൾക്കാരും ഉണ്ട്, കുറച്ച് ആൾക്കാര് നല്ല കാലുണ്ട്, 10 വണ്ടി ഒരാള് വീശാറിലോ പോവും. അപ്പൊ ഇങ്ങനെ വണ്ടിയിലൊന്ന് ഇറക്കി വിടും. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ കൂട്ടത്തിലുള്ള ആളാണോ എന്ന് ചോദിച്ചത്. നിങ്ങൾ തന്നെ സ്വന്തം നടക്കുന്ന ആളാണ്. അവര് ഏത് നാട്ടുകാരാ? മറ്റേ ആന്ധ്രാപ്രദേശ്, ഒറീസ അങ്ങനെയൊക്കെയാണോ? അല്ല, അതല്ല, ഈ വണ്ടിയിൽ ഇവിടെ വന്ന് കൊണ്ടുവന്ന് ഇറക്കി വിടണ്ടല്ലോ. ഈ മറ്റേ കാലില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കുന്ന ആൾക്കാര് അവിടെ അവര് വരും അല്ലേ? അപ്പൊ നിങ്ങൾ അവരുടെ കൂടുതലുള്ളതല്ല. അവര് വലിയൊരു ടീമല്ല ശരിക്കും. അവര് വലിയ വെള്ളം എടുത്താനോ? ഒറ്റയ്ക്കാണ്. അല്ല, ഞാൻ ചോദിക്കണത് അവരൊക്കെ ഹിന്ദിക്കാരല്ലേ ഭിക്ഷയ്ക്ക് തന്നെ? നല്ല ആളില്ല. അവരൊക്കെ അതിന്റെ പുറകില് അവരെ വേറെ വണ്ടിയിലല്ലേ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നത് ചോദിക്കണേ? മുസ്ലിംസ് ആൾക്കാര് നല്ല ആളും ബലൂൺ കച്ചവടം. ഹിന്ദിക്കാരും കാലില്ല ഇരിക്കാനോ, പട്ടാമ്പിലോ ഇരിക്കാനോ, ഒറ്റപ്പാലംలో ഇരിക്കാനോ. അവരെ കൂర అన్న ఉండు, అన్న భార్య നല്ല കാലുണ്ട്. ബുറക്കായ വെച്ചുകൊണ്ട് ബുറക്ക മുസ്ലിം ബുറക്കായ ഇല്ല, എന്നിട്ട് അഭിനയിക്കുകയാണ്. അതില്ല, കാലില്ല, റീഷാറുണ്ട്. അതിലെ ഇരിക്കാനും ഭിക്ഷാറാണ്. അവര് വേറെ ആൾക്കാർ വന്ന് വൈകുന്നേരം അവരെ കൊണ്ടുപോകും. അവർക്ക് നല്ല കാലുണ്ട്, ഇങ്ങക്ക് నాకు ప్రూఫ్ എല്ലാം ഉണ്ട്, പൈസ കൊടുക്കില്ല. എന്താ പ്രശ്നം, എന്താ വേണമെന്ന് ചോദിച്ചു. അവർക്ക് ഒന്നുമേ ഇല്ല, നല്ല കാലുണ്ട്, നല്ല സുഖമായിട്ട്, നല്ല ആരോഗ്യം. ഭിക്ഷ എടുക്കും. ഞാനിത് എന്താ ചോദിക്കാൻ കാരണം അറിയോ? നിങ്ങള് ഈ തൃശ്ശൂർ ടൗണില് രാത്രിയും പകലൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അവരെ ഇറക്കി കൊണ്ടുവന്ന് വിടുന്നു, ആരും ഇറക്കി കൊണ്ടുവന്ന് വിടുന്നില്ല. അപ്പൊ ശരിക്കും ഹിന്ദിക്കാര് തന്നെയാണ് എന്റെ പുറകില്. 10 വർഷമായി ഇവിടെ വരെ ഇവരെ ആൾക്കാർ എല്ലാ ആൾക്കാരും ഇങ്ങേക്ക് തരും. അത് ആൾക്കാർക്ക് തരും, അവിടെ ആൾക്കാർക്ക് ഇവിടെ ആൾക്കാരെല്ലാം ഇതേ ചേട്ടാക്ക് തരുമോ? ഇവിടെ ഹിന്ദിക്കാര് ഭയങ്കരമായിട്ട്, കാരണം അവര് പല സ്ഥലങ്ങളിലും ഭിക്ഷ എടുക്കുന്നതോടൊപ്പം പല സ്ഥലങ്ങളിലും പോയി മോഷണമുണ്ട്, പിടിച്ചു പറയും. വളരെ മോശം ആളുകളാണ്. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള മലയാളികൾക്ക് അത് ഒന്നോടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങളിപ്പോ ശാരദേനെ പോലെ ഒരാള് രാത്രി പകലൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒരാളാണ് അല്ലേ? അപ്പൊ അവരെ കാണാറുണ്ട്. മോശം ആൾക്കാരല്ലേ? ശാരദയ്ക്ക് തോന്നിയിട്ടില്ലേ? അപ്പൊ അവര് വണ്ടിയിൽ വരുന്നു, വണ്ടിയിൽ പോകുന്നത് ശാരദ കാണുന്ന. അപ്പൊ നിലവില് അതൊരു തെളിവ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാന് ശരിക്കും വന്നത്. അതിന്റെ ക്യാമറ അത് അവിടെ ഉണ്ട്, കണ്ടോ? ക്യാമറ മനസ്സിലായില്ലേ? അത് ആദ്യമേ മനസ്സിലായി ശാരദയ്ക്ക്. ശാരദ ബുദ്ധിമതിയാ. അപ്പൊ ശാരദ പിന്നെ ഞാനത് തിരിച്ചു മറിച്ചപ്പോ ശാരദ ചിലതൊക്കെ വിഴുങ്ങി കളഞ്ഞു. പേടിക്കേണ്ട, ആരൊന്നും ചെയ്യൊന്നുമില്ല.
ശാരദ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നല്ല പച്ച കള്ളമാണ്. കാരണം ശാരദയ്ക്ക് ഒരു ദിവസം ഏകദേശം ഒരു 1500-നും 3000-നും 4000-നും ഇടയ്ക്ക് രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ ശാരദ പറഞ്ഞത് 300-നും 500-നും ഇടയ്ക്കെന്നാണ്. അപ്പോൾ ശാരദ 3 ദിവസം മുമ്പ് വീട്ടിൽ പെടുന്ന ആളുമാണ്. അപ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ശരി തന്നെയാണ്. ഓക്കെ, നടക്കട്ടെ, പോക്കോട്ടെ. ശരി, അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ വന്ന് രാത്രി ഞങ്ങൾ പെരുമ്പാവൂർ ഭാഗങ്ങളിലായിട്ട് പിന്നെ തമ്പടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കേൾക്കാനും ഒക്കെ ഉള്ളത്. ഇഷ്ടം പോലെ മലയാളികളാണ് കേട്ടോ. മലയാളികൾ പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യം കൂടെ ഉള്ളതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ചുറ്റും പറയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഫോൺ യൂസ് ചെയ്ത് എന്താണ് ചെയ്തോട്ടെ. ഞങ്ങളങ്ങനെ വരുന്ന കണ്ടിട്ട് എന്തുകൊണ്ട് പെട്ടെന്ന് മുഖം മറച്ചു എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് തോന്നി ഞങ്ങൾക്ക്. കാരണം മറ്റു പലരും വന്നപ്പോൾ മുഖം മറച്ചില്ല. പക്ഷേ ഞങ്ങളെ കണ്ടോടി എല്ലാവരും മുഖം മറച്ചു. കണ്ടോ കേട്ടോ, ഇത് ശ്രദ്ധിച്ചോണം. കണ്ടോ, അവിടെയൊക്കെ മുഖം മറച്ചാണ് നിൽക്കുന്നത്. ഇവരിങ്ങനെ കുറച്ച് ആളുകൾ തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി സഞ്ചരിക്കുന്നവരാണ്. അതൊരു നല്ല പരിപാടിയാണ്. ഇവരിവിടെ വന്ന് പലതും പഠിച്ചു. കാരണം പറഞ്ഞാൽ പെട്ടെന്ന് അവരെ ഐഡൻറ്റിഫൈ ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. എന്തായാലും 2 സ്ഥലത്തും ആവശ്യക്കാരേറെയാണ്. ഒരു പ്രകാരം അങ്ങനെ രക്ഷപ്പെട്ടത് വീട്ടിലെത്തി. കുളിച്ചു സ്വസ്ഥമായിട്ടത് ബെഡിലിരിക്കുന്നു, കിടന്നിറങ്ങാൻ പോകുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി ഇത്രയും സമയം വരെ ഞങ്ങൾ ഉത്തരേന്ത്യക്കാരായിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത്, എന്താണ് അവരുടെ മെയിൻ ടാർഗറ്റ്. 2 ടാർഗറ്റാണ്. 1 ഭിക്ഷാടനം, 2 സെക്സ്. അപ്പോൾ ഇത് രണ്ടിലും അവർ വളരെ വിദഗ്ധമായ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ കൈയും കാലും ഇല്ലാത്തവരായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടും അങ്ങനെ ബന്ധപ്പെട്ട് എല്ലാ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് പകർത്താൻ പറ്റിയില്ല. ഇതിനിടയിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു. രാത്രി സമയത്താണ് ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നത്. പിന്നെ തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് ഒരു ഇടുങ്ങിയ സ്ഥലത്ത്, കുറേ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത്, ടോൾ പ്ലാസയ്ക്ക് കുറേ ദൂരം മുമ്പ്, ഒരു 5-6-7 കിലോമീറ്റർ മുമ്പ്, അവിടെ ഇന്നോവയിൽ കുറേ ചെറുപ്പക്കാർ ഭിക്ഷക്കാരോട് സംസാരിച്ച് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ ദേഷ്യപ്പെടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഇന്നോവ കിടക്കുന്നത്. പക്ഷേ അവിടെ തിരിക്കാൻ ഇച്ചിരി പേടിയുള്ളതുകൊണ്ട് ചെയ്തില്ല. മാത്രമല്ല അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭിക്ഷാടന ലോബിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ആളുകളാണ്. ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, കൺജസ്റ്റഡ് ആണ്, പ്രശ്നം നമുക്ക് ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ ഇത് കേരളമാണല്ലോ, പേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം ടൗണിൽ നടന്നത്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചു. ഉത്തരേന്ത്യക്കാർ ഞങ്ങളെ ഓടിച്ചു, വിറച്ചുപോയി. നമ്മൾ പോകുമ്പോൾ കാറും ബൈക്കൊണ്ടൊക്കെ പോവുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യണ പയ്യന്മാരെയൊക്കെ ദൂരെ മാറ്റി നിർത്തും. അപ്പോൾ ചങ്കൂറ്റുള്ള 1-2 പേരെ ഞങ്ങൾ പോയിട്ടൊക്കെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ പെണ്ണുങ്ങളിങ്ങനെ ഇരുട്ടിനും പുറകിലുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ആണുങ്ങളുണ്ട്, അവരുടെ ആളുകൾ തന്നെ. അപ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ്. ഇതിനെതിരെ നമുക്ക് ഒന്നും സംസാരിക്കാനില്ല. കാരണം സെക്സ് വർക്കേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പീഡനങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും, നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ മലയാളികൾ അവിടെ പോയി നിൽക്കണ കാണുമ്പോൾ ഞങ്ങൾ കണ്ട കുറേ കാഴ്ച സങ്കടം തോന്നും. കാരണം കോണ്ടാക്ട് യൂസ് ചെയ്തൊക്കെയാണ് ഒരു പരിപാടിയാണ്. അപ്പോൾ 1ാമത്തെ കേസ് അത്. 2 മോഷണം, ഭിക്ഷാടനം, പിടിച്ചുപറി, ഇതെല്ലാം ഉണ്ട് സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് ഇവരെ ശ്രദ്ധിക്കുക, അകറ്റി നിർത്തുക, പ്രോത്സാഹിപ്പിക്കരുത്. ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞു പോകണം. നിങ്ങൾ കണ്ടില്ലേ പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ. അതൊന്നും എളുപ്പമുള്ള പരിപാടിയല്ല, രസമുള്ള പരിപാടിയല്ല. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വലിയ വികാരമൊന്നും തോന്നുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊരു വലിയ സങ്കടത്തിലേക്ക് നമ്മൾ നയിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും സുഡാൻ.